ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പിയുടെ പ്രത്യേകത അധികം മുട്ടയും അതുപോലെ പാലും ഒന്നും തന്നെ യൂസ് ആക്കുന്നില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിൽ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു 5 വിസിലിൽ വേവിച്ചെടുത്തതാണ്. അതിനുശേഷമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. ഞാനൊരു 2 പച്ചമുളകും 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യം റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറേ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം കുരുമുളക് പൊടിയും നേരത്തെ ക്രഷ് ആക്കിയിട്ടുള്ള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്ന കാരണം മുളക് പൊടിയുടെ അളവ് കുറച്ചതാണ്. ഇതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ബീഫും സവാളയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കിട്ടണം. അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ കുക്കാക്കി എടുത്താൽ മതിയാവും. പിന്നെ ഇറച്ചിപ്പോളയ്ക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു കൂട്ടിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലക്കൂട്ട് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം നിങ്ങൾ യൂസ് ആക്കാൻ പാടില്ല. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് നിൽക്കുന്ന ആ ഒരു രൂപത്തിലാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് അല്പം കൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ സവാള വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തതായിരുന്നു. പിന്നെ ബീഫിലും കുറച്ച് ഉപ്പിടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മല്ലിയിലക്ക് പകരമായിട്ട് ആഫ്രിക്കൻ കൊറിയൻഡർ ഇലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു ആഫ്രിക്കൻ കൊറിയൻഡറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഓയിലാണ്. ഒരു ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലല്ല, സാധാ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് മാത്രം മതി, കൂടി പോകരുത്. അപ്പോൾ 1/4 കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഇത് ബ്ലെൻഡാക്കി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഇതാ ബീഫ് പോളയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷമാണ് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കേണ്ടത്.
നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ മസാല ഒന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ 3 മുട്ട എന്നുള്ള കാരണം കൊണ്ട് ഈ ഒരു കേക്ക് പെർഫെക്റ്റായി കിട്ടുന്നില്ല എന്നൊരു ടെൻഷനൊന്നും ആർക്കും വേണ്ട. ഈ ഒരു കേക്ക് അത്യാവശ്യം തന്നെ നല്ല തിക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 3 മുട്ട തന്നെ മതിയാവും. അപ്പോൾ ഈ മസാലയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതുവരെ നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് സ്നാക്ക് റെസിപ്പീസും അതുപോലെ തന്നെ വ്ളോഗ്സൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. കേക്ക് റെസിപ്പീസും മക്രോണി കേക്ക്സും പായസ റെസിപ്പീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിക്ക് കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ ബാറ്ററൊക്കെ റെഡിയായി. ഇനി ഒരു കേക്ക് ടിന്നിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കേക്ക് ടിന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും യൂസ് ആക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് തടവി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ, നല്ല തിക്നെസ് തന്നെയാണ് കേട്ടോ ബാറ്റർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആകുന്ന രീതിയിൽ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊണ്ട് തന്നെ പരത്തി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഡെക്കറേഷൻസ് വേണ്ടിയിട്ട് ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് പഴയൊരു നോൺ സ്റ്റിക്ക് പാനിൽ കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു സമയം നമുക്ക് ആ ഒരു പാനിൻ്റെ താഴെയായിട്ട് പഴയ ഒരു കട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ ഇറച്ചിപ്പോള റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ അതിൽ പറ്റി പിടിക്കാതിരിക്കും. ആ ഒരു സമയം നമുക്ക് ഇതൊന്ന് പാനിൽ നിന്നും വിട്ടെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ചൂടാറിയ ശേഷം ജസ്റ്റ് ഒന്ന് വിട്ട് വരും. പിന്നെ ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ടോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചുറ്റുഭാഗത്തും ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാനിൽ നിന്നും വിട്ട് കിട്ടും. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കുക്കാക്കി എടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഗീ ഒന്ന് തടവി കൊടുക്കുക. ഇത് ചൂടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ തന്നെ അടി ബ്രൗൺ കളർ ആയി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഇറച്ചിപ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കാത്തവർ ഒന്ന് ട്രൈ ആക്കി നോക്കുക. കാരണം നല്ല എളുപ്പമാണ്. മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് മസാലയും ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.